എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് പെസഹ അപ്പം തയ്യാറാക്കാനായിട്ട് പോവുകയാണ്. ഇതിന് ഇൻറി അപ്പം എന്ന് പറയും. ഇത് കോട്ടയം ഇടുക്കി സ്റ്റൈലിലാണ് ഞാനിത് ചെയ്യുന്നത് കേട്ടോ. നമ്മളിവിടെ കുരിശപ്പത്തിനും ഇൻറി അപ്പത്തിനും ഒരേ മാവ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ആ മാവിലേക്ക് കുരിശ് വെച്ച് കഴിയുമ്പോൾ അത് കുരിശപ്പമാവുമെന്ന് മാത്രം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്: ഉഴുന്ന്, പച്ചരി, തേങ്ങ, ജീരകം, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ഉപ്പ്, വാട്ടിയ വാഴയില. ഇനി ഇതിൻ്റെ അളവ് കൃത്യമായിട്ട് ഞാൻ പറയാം. ആ കാണുന്ന ബൗളിൽ 1 ബൗള് ഉഴുന്ന്, 2 ബൗള് പച്ചരി, തേങ്ങ, 1 മുറി തേങ്ങ ചിരകിയത്, 1 ടീസ്പൂൺ ജീരകം, 1 കുടം വെളുത്തുള്ളി, നാട്ടിലെ വെളുത്തുള്ളിയാണേ, ചെറിയ ഉള്ളി 25-30 എണ്ണം, ഉപ്പ് ആവശ്യത്തിന്. ഇനി നമ്മൾ അരി പൊടിച്ചെടുക്കണം. കുതിർത്ത് വെച്ചിരിക്കുന്ന അരിനെ നന്നായിട്ട് പൊടിച്ച് മൂപ്പിച്ച് വറക്കണം. പിന്നെ അത് നന്നായിട്ട് മൂപ്പിച്ച് വറക്കുന്ന സമയത്ത് അതിന് കരിഞ്ഞൊന്നും പോകരുത് കേട്ടോ. അത് മൂപ്പിച്ച് വറുത്ത് വെക്കുക. ഉഴുതിനെ നമുക്ക് അരച്ചെടുക്കണം. പിന്നെ നമ്മൾക്ക് തേങ്ങ ചിരകിയിരിക്കുന്നതിനെ ഒതുക്കിയെടുക്കണം. ഒത്തിരി അരഞ്ഞു പോകണ്ട, വെള്ളം ചേർക്കാതെ ഒതുക്കിയെടുത്താൽ മതി. ജീരകവും ഉള്ളി രണ്ടും കൂടെ നമ്മൾ അരച്ചെടുക്കണം. നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അരി പൊടിച്ച് വറുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഉഴുന്ന് അരച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളമേ ചേർത്തിട്ടുള്ളൂ. അത് നിങ്ങൾക്ക് കാണാൻ നല്ലതായിട്ട് മുറുകിയ രീതിയിലാണ് ഞാൻ ഈ ഉഴുന്ന് അരച്ചെടുത്തിരിക്കുന്നത്. അതായത് 1 ബൗള് ഉഴുന്ന് കുതിർന്ന് വന്ന അതിലേക്ക് 1/2 ബൗള് വെള്ളം ഒഴിച്ചാണ് അരച്ചെടുത്തിരിക്കുന്നത്. ലേശം കൂടെ വേണേൽ ഒഴിക്കാം, പക്ഷെ ഒത്തിരി കൂടി പോകാൻ പാടില്ല. ജീരകത്തിനകത്ത് വെള്ളമൊന്നും ചേർത്തിട്ടില്ല, ഉള്ളിയുടെ ആ വെള്ളം മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾക്കിത് മിക്സ് ചെയ്യാം. അപ്പോൾ പൊടിക്കകത്ത് ഒട്ടും തരിയോ കട്ടയോ ഒന്നും കാണാൻ പാടില്ല. നന്നായിട്ട് മൂപ്പിച്ച് വറുത്തെടുക്കുന്ന പച്ചരി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഉഴുന്ന് ഇതിലേക്ക് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ ഒതുക്കി വെച്ചിരിക്കുന്ന നമ്മളുടെ തേങ്ങ കൂടുതൽ ചേർക്കും തോറും ഇനി അരച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും ജീരകവും കൂടെ, വെളുത്തുള്ളിയുണ്ട്, ചെറിയ ഉള്ളിയുണ്ട്, പിന്നെ നമ്മളുടെ ജീരകം, അത് മുഴുവനും തന്നെ അതിലേക്ക് ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ അളവിന് നമ്മൾ കുഴച്ച് വെച്ചിട്ടുണ്ട്. നല്ല ഉരുട്ടി അട പോലെ പരത്താൻ പാകത്തിനാണ് നമ്മളിത് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് 3 അല്ലെങ്കിൽ 4 അപ്പമാണ് നിങ്ങൾക്ക് തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റുന്നത്. ഇൻറി അപ്പം പരത്തുന്ന സമയത്ത് ഒരല്പം കനത്തിൽ വേണം പരത്താനായിട്ട്. 5-6 പേരുള്ള വീട്ടിലേക്ക് ഇത്രയും ഈ ഒരളവ് ധാരാളം മതിയാകും. ഇതും കൊണ്ട് തന്നെ നിങ്ങൾക്ക് കുരിശപ്പവും ഇൻറി അപ്പവും ഉണ്ടാക്കിയെടുക്കാം. നമ്മളൊരു ബോൾ പോലെ കയ്യിൽ ഉരുട്ടിയെടുക്കുക, അട പോലെ അത് പരത്തുക. തീരെ കനം കുറച്ച് കളയല്ലേ. അത് പരത്തിയെടുത്തതിന് ശേഷം നമ്മൾക്ക് ഇല മടക്കി ആവിയിൽ പുഴുങ്ങിയെടുക്കാം. ഇനി ഇല കെട്ടാനില്ലാത്തവരാണെങ്കിൽ സ്റ്റീൽ പാത്രത്തിനകത്ത് നമുക്ക് ഇതേ മാവ് തന്നെ എടുത്ത് കൈകൊണ്ട് പരത്തി പുഴുങ്ങിയെടുക്കാം. ഇനി അതും പറ്റത്തില്ലാത്തവർക്ക് ഫോയിലുണ്ടെങ്കിൽ ഫോയിലിനകത്ത് അട പരത്തുക, നിങ്ങൾക്ക് അപ്പം പുഴുങ്ങിയെടുക്കാം. അപ്പോൾ ഫോയിലേൽ ഫോർക്കും കൊണ്ട് നിങ്ങൾ കുറച്ച് കുത്ത് എന്താ പറയുക കിഴുത്ത് ഇട്ടേക്കണം. അങ്ങനെയാണെങ്കിൽ നന്നായിട്ട് ആവി അതിനകത്തോട്ട് കയറി അപ്പം എല്ലാം നന്നായിട്ട് പുഴുങ്ങി കിട്ടും. ഈ ഇല നമ്മൾ വെച്ചുണ്ടാക്കുന്ന അപ്പം നിങ്ങൾ എന്താ പറയുക, നമ്മൾ ആവിയിൽ പുഴുങ്ങിയെടുക്കാനായിട്ട് വെക്കുന്ന സമയത്ത് നമ്മളുടെ ഈ ഇലയുടെ മടക്ക് ഭാഗം ഉണ്ടല്ലോ, ഈ മടക്ക് ഭാഗം ഇങ്ങനെ കമഴ്ത്തി വേണം വെക്കാനായിട്ട് കേട്ടോ. അന്നെങ്കിൽ ആവി നന്നായിട്ട് കയറത്തുള്ളൂ, ഇല പൊങ്ങിപ്പോകത്തുമില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇനി നമ്മളിത് ആവിയിൽ പുഴുങ്ങിയെടുക്കണം. ഇനി മറ്റൊരു രീതിയിൽ ഈ സെയിം മാവ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാം. ഇതെല്ലാം കൂടെ തേങ്ങ അരയ്ക്കുമ്പോൾ അതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ച് കുറുകിയ മാവ്, നമ്മുടെ ദോശമാവോ അല്ലെങ്കിൽ വട്ടയപ്പം ഉണ്ടാക്കുന്ന മാവിൻ്റെ പരുവത്തിന് ഒഴിച്ച് ആവിയിൽ പുഴുങ്ങിയെടുക്കാം. അപ്പോൾ എങ്ങനെയായാലും ഇത് ആവിയിൽ പുഴുങ്ങിയെടുക്കുന്ന രീതിയിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അപ്പം വെന്തോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ വാഴയില നന്നായിട്ട് വാടിയിട്ടുണ്ടെങ്കിൽ അപ്പം വെന്തിരിക്കും. ഇതേ ഈ കാണുന്നത് കണ്ടോ, ആ വാഴയില മുഴുവനും വാടിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം നമ്മളുടെ അപ്പം വെന്തു എന്നാണ്. ഏതെങ്കിലും സൈഡിൽ പച്ചപ്പ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ സൈഡ് വെന്തിട്ടില്ല എന്ന് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ കൂടുതൽ നേരം വയ്ക്കുക. മിനിമം 20 മിനിറ്റ്സ് എങ്കിലും നിങ്ങൾ അടുപ്പയിൽ ഇത് വെച്ചിരിക്കണം, എന്നാലേ നല്ല രീതിയിൽ ഇത് വേവുള്ളൂ. അപ്പോൾ ഇതേണ്ട നമ്മളുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അല്പം കട്ടിയിലാണ് ഇരിക്കുന്നത്. ഇങ്ങനെ വെക്കുന്ന അപ്പമാണ് ടേസ്റ്റ് കൂടുതൽ കേട്ടോ. അപ്പോൾ ഈ അളവിൽ നിങ്ങൾ തയ്യാറാക്കി നോക്കുക. അപ്പോൾ ഇനി നമ്മൾ പെസഹ പാൽ തയ്യാറാക്കാനായിട്ട് പോവുകയാണ്.
എല്ലാ നാട്ടിലും ഒരുപോലെ അല്ല തയ്യാറാക്കുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ പാലിനകത്ത് പഴവും കൂടെ ചേർത്താണ് തയ്യാറാക്കുക. ഇനി വേണ്ടത് പഴം, തേങ്ങാപ്പാൽ, ശർക്കര, അരിപ്പൊടി അല്ലെങ്കിൽ മൈദ, പിന്നെ ഏലക്ക, ജീരകം, കൂട്ടത്തിൽ ചുക്കും ചേർക്കുന്നവരുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പിന്നെ നമ്മൾ ഈ പാലിനകത്ത് ഇടാനുള്ള കുരിശ്. അപ്പോൾ തേങ്ങാപ്പാൽ നിങ്ങളുടെ വീട്ടിൽ എത്ര പേരുണ്ടോ അതിനുള്ള അളവിനനുസരിച്ച് നിങ്ങൾ തേങ്ങാപ്പാൽ എടുക്കുക. ഇത് ഒരു ഗ്ലാസ് ഒന്നും കുടിക്കുന്ന പാലല്ല, എല്ലാവരും ചെറിയ ചെറിയ ഗ്ലാസ്സിനകത്ത് ഒരു ശകലം കുടിക്കുന്ന പാലാണ്. അപ്പോൾ ഒരു 6-7 പേരുള്ള വീട്ടിലേക്ക് നിങ്ങൾക്ക് ഒരു മുറി തേങ്ങയുടെ പാല് മതിയാവും. പിന്നെ നമ്മൾ ശർക്കര ഉരുക്കിയെടുക്കണം. കല്ലോ കരടോ ഒക്കെ ഉണ്ടെങ്കിൽ അത് കളയാൻ വേണ്ടിയിട്ടാണ് ഉരുക്കിയെടുക്കുന്നത്. ഒരുപാട് വെള്ളം ഒഴിച്ച് ഉരുക്കരുത്, കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല തിക്കായിട്ട് ഉരുക്കിയെടുക്കുക, അരിച്ചെടുക്കുക. എന്നിട്ട് ഈ തേങ്ങാപ്പാലിലേക്ക് ശർക്കര നിങ്ങൾ ചേർക്കുക. നിങ്ങൾക്ക് എത്രമാത്രം മധുരം വേണോ അതിനനുസരിച്ചുള്ള ശർക്കര ചേർക്കുക. ഇതിന് കൃത്യമായ കണക്കുകളൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ മധുരം കണക്കാക്കിയെടുക്കുക. തേങ്ങാപ്പാലും ശർക്കരയും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾ അടുപ്പയിലേക്ക് ഈ പാല് വയ്ക്കുക. തീ കൊടുത്തി നന്നായിട്ട് കണ്ടിന്യൂസ് ഇളക്കുക. ഇളക്കി പാലൊരു പകുതി ചൂടായി കഴിയുമ്പോഴേക്ക് വട്ടത്തിലരിഞ്ഞ ചെറുപഴം, സാധാരണ നമ്മൾ പൂവൻപഴമാണ് ചേർക്കുന്നത്. ഇനി പൂവൻപഴം ഇല്ലെങ്കിൽ പാളയംകുടമ്പഴമോ റോബസ്റ്റ പഴമോ ഏതായാലും കുഴപ്പമില്ല. വട്ടത്തിലരിഞ്ഞ് വെച്ചിരിക്കുന്നത് അതിലേക്കിട്ട് ഇളക്കുക. പഴം വെന്ത് കുഴഞ്ഞു പോകരുത്. ഈ പഴം നല്ല കഷ്ണമായിട്ട് തന്നെ നമ്മൾക്ക് കിട്ടണം. പാല് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്കായും ജീരകവും ചുക്കും നമുക്കതിലേക്ക് ചേർക്കാം. അതുപോലെ തന്നെ പാലിന് കൊഴുപ്പ് കിട്ടണമെങ്കിൽ ഒന്നെങ്കിൽ അരിപ്പൊടി ചേർക്കുക, അല്ലെങ്കിൽ മൈദ ചേർക്കുക. 1-2 ടേബിൾ സ്പൂൺ അരിപ്പൊടി നിങ്ങൾക്ക് ചേർക്കാം. നിങ്ങൾ എടുക്കുന്ന പാലിൻ്റെ അളവനുസരിച്ച് കേട്ടോ. കുറച്ച് പാലേ ഉള്ളെങ്കിൽ കുറച്ച് കൈ കൊണ്ടൊന്ന് വിതറിയാൽ മതി. ഒരുപാട് കുറുകിയിരിക്കുന്ന പാല് നല്ലതല്ല. ഇനി ഇൻ കേസ് മൈദയാണ് ചേർക്കുന്നതെങ്കിൽ നിങ്ങളൊരല്പം തേങ്ങാപ്പാൽ എടുത്ത് അതിലേക്ക് കലക്കിയിട്ട് ഇതിലൊഴിക്കുക, അല്ലെങ്കിൽ കട്ട കൂടിപ്പോവും. അപ്പോൾ ഇതെല്ലാം ചേർത്തതിന് ശേഷം കണ്ടിന്യൂസ് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. പാല് തിളയ്ക്കാൻ ഒരിക്കലും അനുവദിക്കരുത്. പാല് വെട്ടി തിളച്ച് കഴിഞ്ഞാൽ തേങ്ങാപ്പാല് പിരിയും. അപ്പം നിങ്ങൾ പാല് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് വെക്കുന്ന സമയത്ത് അടിയിൽ വെള്ളവും മേളിൽ പാലുമായിട്ട് വേർതിരിഞ്ഞിരിക്കും. അപ്പോൾ പിരിഞ്ഞായിട്ട് നിങ്ങൾക്ക് തോന്നില്ല, പക്ഷെ പിന്നീട് നിങ്ങൾ പാൽ ഒഴിച്ച് വയ്ക്കുമ്പോൾ 2 തട്ടായിട്ടിത് നിൽക്കും. പിന്നെ കുരിശ് നമ്മൾ ഏറ്റവും ഒടുവിലാണ് ചേർക്കുക. പാല് വാങ്ങുന്നതിന് തൊട്ട് മുൻപെയാണ് നമ്മൾ പ്രാർത്ഥനയുടെ കുരിശ് അതിലേക്ക് ഇടുക. കുരിശിട്ടതിന് ശേഷം ഒരുപാട് നേരം ഇളക്കി കഴിഞ്ഞാൽ കുരിശ് വിട്ടുപോകും. അതുകൊണ്ട് നിങ്ങൾ കെയർഫുള്ളായിട്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ മേശ നമ്മൾ തയ്യാറാക്കുക. ഇൻട്രിയപ്പം, കുരിശപ്പം, പാല്, പഴം, ശർക്കര ചേർത്തുണ്ടാക്കിയ വട്ടയപ്പം. വട്ടയപ്പം ഉണ്ടാക്കുന്ന പ്രത്യേകത ശർക്കര ചേർക്കുന്നു എന്ന് മാത്രമല്ല, അത് ഇഡ്ഡലി തട്ടിലുമാണ് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ കുടുംബനാഥൻ ആണ് അപ്പം മുറിച്ച് തരിക. അതുപോലെ തന്നെ അത്താഴം കഴിച്ചതിന് ശേഷമാണ് നമ്മൾ അപ്പം മുറിക്കാനായിട്ട് പോവുക. അപ്പം ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മളുടെ വീട്ടിലെ അപ്പം മുറിക്കാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത വീട്ടിലേക്ക് പോകും. പിന്നെ അതിൻ്റെ അടുത്ത വീട്ടിലേക്ക്, അങ്ങനെ ഒരു 5-6 വീടുകളിലേക്ക് നമ്മൾ പോകും. അപ്പം നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ ഒരു മുറത്തിനകത്ത് നമ്മളുടെ വീട്ടിലുണ്ടാക്കിയ ഇൻട്രിയപ്പത്തിൻ്റെ കുറച്ച് വട്ടയപ്പവും കുറച്ച് പഴവും ഒക്കെ ആയിട്ടാണ് നമ്മൾ അടുത്ത വീട്ടിലേക്ക് പോവുക. അങ്ങനെ ഒരു രീതിയായിരുന്നു പണ്ടുണ്ടായിരുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് പ്രീതിസ് മന കിച്ചൺ.